സ്വയം വിമർശനവും തിരുത്തൽ നിർദ്ദേശവുമായി CPIM. പാർട്ടി നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുണ്ടെന്ന ഗുരുതര വിമർശനം CPM സംഘടനാ റിപ്പോർട്ടിലുണ്ട്. ആവശ്യമായി തിരുത്തൽ വരുത്തണമെന്നാണ് നിർദ്ദേശം. സഹകരണ മേഖലയിൽ തെറ്റായ പ്രവണതയെന്ന് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. സഹകരണ മേഖലയെ തകർക്കാൻ ഇടവരുത്തരുതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിലും സംഘടനയെ മെച്ചപ്പെടുത്തുന്നതിനുമായി വിമർശനവും സ്വയം വിമർശനവും ചർച്ചയിലുണ്ടായി എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സാർവദേശീയവും ദേശീയവുമായ വിഷയങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത്. പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മേലെ 7.5 മണിക്കൂറാണ് ചർച്ച അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും എല്ലാം സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതാണ്, ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണേണ്ടത്. എന്നാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ, നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശനമൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വന്നുള്ള സംസ്ഥാന സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് സഖാക്കൾ പറഞ്ഞു വന്നത്. എന്താണ് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് റിപ്പോർട്ടർ TV ആണ് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങുകളായിട്ട് എത്തിച്ചത്. ഇതാണ് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് എന്ന പാർട്ടി സംഘടനയുമായി ബന്ധപ്പെട്ട ഭാഗം. ഇതിൽ പണത്തോടുള്ള ആർത്തിയെക്കുറിച്ച് പറയുന്ന ഭാഗം ഇതാണ്. 2.53 നമ്പറിൽ ഇതാണ് യഥാർത്ഥത്തിൽ പ്രവർത്തന റിപ്പോർട്ടിലെ ഭാഗം. പണത്തോടുള്ള ആർത്തി. തുടർച്ചയായി അധികാരം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ നമുക്ക് കഴിയണം. രാഷ്ട്രീയ അധികാരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇടപെടുന്ന പ്രവണത നേരിട്ടും അല്ലാതെയും ഉണ്ട് എന്ന കാര്യം പല മേഖലയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. കൊട്ടേഷൻ സംഘങ്ങൾ പലയിടത്തുമുണ്ട്. പാർട്ടി മെമ്പർമാർ ഇത്തരം ഇടപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് പാലക്കാട് പ്ലീനം നേരത്തെ തന്നെ നിർദ്ദേശിച്ചതാണ്. ഇത്തരക്കാർ പാർട്ടിയിൽ കടന്നുവരുന്ന സ്ഥിതിയുണ്ട്. കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ അവരുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുന്നവരുമുണ്ടെന്ന പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലും ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ നമുക്ക് കഴിയണം എന്നാണ് പാർട്ടിയുടെ പ്രവർത്തന രേഖയിൽ പറയുന്നത്. പാർട്ടി സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദനത്തിൻ്റെ പ്രശ്നം. നമ്മളിൽ ഓരോരുത്തരുടെയും വരുമാനം നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന പ്രശ്നം നമ്മുടെ പല സഖാക്കൾക്കെതിരെയും ഉയർന്നു വരുന്നുണ്ട്. കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ച് കൂട്ടുകച്ചവടങ്ങൾ നടത്തിയ ശേഷം പണം ലഭിക്കാതെ വരുമ്പോൾ പുറത്തു പറയാൻ പറ്റാതെ നിൽക്കേണ്ടി വരുന്നവരെ സംബന്ധിച്ചുള്ള പരാതികൾ ഉയർന്നു വരുന്നു. എന്നിങ്ങനെ പണത്തോടുള്ള ആർത്തിയും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൻ്റെ പ്രശ്നവും എന്ന തലക്കെട്ടുകളിൽ ഈ വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത തകരുന്നത് ധനമൂലധന ശക്തികളുടെ ഒഴുക്കിനെ തടയുന്നൊരു ബദൽ മാതൃകയാണ് തകരുന്നതെന്ന ബോധ്യമുണ്ടാകണം എന്നാണ് പാർട്ടി പറയുന്നത്. ഒരു കാരണവശാലും അത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകുന്നതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല എന്നുകൂടി പറയുന്നു. അധികാരമോഹത്തെക്കുറിച്ചുകൂടി പാർട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ വിഭാഗീയമായ പ്രവണതകൾ പൊതുവെ അവസാനിച്ചുവെങ്കിലും അത്തരം സംസ്കാരത്തിനകപ്പെട്ടു പോയ ഒരു കൂട്ടം സഖാക്കൾ അപൂർവമായി ചിലയിടങ്ങളിലുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ സമ്മേളനത്തിലും ചില പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ പാർട്ടിയിൽ കടന്നുവരാനിടയായ തെറ്റായ പ്രവണതകളെയെല്ലാം തിരുത്തി മുന്നോട്ടു പോകണം. തെറ്റായ പ്രവണതകളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പാർലമെന്ററി വ്യാമോഹമാണ് എന്ന പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. അധികാര സ്ഥാനങ്ങൾക്ക് പരിഗണിക്കാതെ പോകുമ്പോഴും ലഭിച്ചവ നഷ്ടപ്പെടുമ്പോഴും ഉണ്ടാകുന്ന മനോവിഷമത്തിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ രൂപപ്പെട്ടു വരുന്നത്. ശരിയായ രാഷ്ട്രീയ ധാരണ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തരം പ്രവണതകളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. സഹകരണ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഭാഗം തെറ്റായ പ്രവണതകളെ തിരുത്താനുള്ള ഇടപെടൽ എന്ന തലക്കെട്ടിൽ സഹകരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ, സഹകരണ സ്ഥാപനങ്ങളിൽ തെറ്റായ രീതികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് നാം തീരുമാനിച്ചതാണ്. സംസ്ഥാന കമ്മിറ്റി ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചതാണ് 2 ടൈമിൽ കൂടുതൽ തുടർച്ചയായി ഇത്തരം സ്ഥാനങ്ങൾ വഹിച്ചവരെ വീണ്ടും മത്സരിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്ന്. ഇതിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങളും പറയുന്നു. തോമസ് ഐസക്കിന് ഉപദേശം കൊടുക്കുന്നുണ്ട്. തോമസ്
ഐസക്കിനെ കുറിച്ചുള്ള ഉപദേശം ഇതാണ്: അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ ശ്രദ്ധിക്കണം എന്നത് മാത്രമാണ് ഐസക്കിൻ്റെ ഉപദേശം. റിയാസിന് പ്രശംസ നൽകുന്നുണ്ട്. ടൂറിസം PWD മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ കോഴിക്കോട് ജില്ലയെ സംഘടനാപരമായി സഹായിക്കുന്നു. രാഷ്ട്രീയ കാര്യങ്ങളിൽ അപ്പോൾ പ്രതികരിക്കുന്നതിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ കടന്നാക്രമണത്തിനിരയാകുന്നുണ്ട് എന്നാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശിക വിഭാഗീയതയെക്കുറിച്ചും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. EP-ക്ക് ചെറിയ വിമർശനമാണുള്ളത്. തലോടി മാത്രമാണ് പോകുന്നത്. തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ LDF കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് മാറ്റം വരുത്തുകയാണ് ഉണ്ടായത്. സമ്മേളന ഘട്ടത്തിൽ സജീവമായി രംഗത്തുണ്ട്. ഇടക്കാലത്ത് പ്രവർത്തനങ്ങളിൽ സജീവമല്ലാത്ത നിലയുണ്ടായിരുന്നു എന്ന് മാത്രമാണ് EP ജയരാജനുള്ള വിമർശനം. മുഖ്യമന്ത്രിക്ക് പ്രശംസയാണ്. PB അംഗം എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടി കേന്ദ്രത്തെ സഹായിക്കുന്നത് തയ്യാറാവുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുക്കാറുണ്ട് തുടങ്ങി പുകഴ്ത്തലാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇങ്ങനെയാണ് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് ഇന്നലെ MV ഗോവിന്ദ മാഷ് അവതരിപ്പിച്ചതിന്മേലുള്ള ചർച്ചയാണ് 7.5 മണിക്കൂറോളം ഇന്ന് പാർട്ടി സമ്മേളനത്തിൽ നടന്നത്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രാഷ്ട്രീയ നയരേഖയിന്മേലുള്ള ചർച്ചയായിരിക്കും നടക്കുക. റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, തല്ലിയും തലോടിയുമുള്ള പ്രവർത്തന റിപ്പോർട്ടാണ്. വിമർശനമുണ്ട്. അതിൽ തന്നെ പണത്തോടുള്ള ആർത്തി, സഹകരണ മേഖലയെ ബാധിച്ചിരിക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ, പ്രാദേശിക വിഭാഗീയത, വ്യക്തിപൂജ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും വിമർശനാത്മകമായി തന്നെ പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ടല്ലോ അല്ലേ? അരുൺ, CPM സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ഈ സംഘടനാ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം ഓർമ്മ വന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കാതെ തന്നെ പാർട്ടിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. ചെറിയ വിഭാഗീയ പ്രവർത്തനം പോലും ഇപ്പോൾ സംസ്ഥാനത്തെ പാർട്ടിയിലില്ല. എന്നിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത് എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിച്ച പ്രകാശ് കാരാട്ടും കേരളത്തിലെ പാർട്ടിയുടെ കെട്ടുറപ്പ് ഐക്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് സംസാരിച്ചത്. പക്ഷേ MV ഗോവിന്ദൻ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ഉണ്ട് എന്ന തരത്തിലായിരുന്നു എഴുതി വെച്ചതെന്ന് റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ VS പിണറായി വിഭാഗീയത പോലുള്ള, അല്ലെ നയനാർ VS വിഭാഗീയത പോലുള്ള ഒരു വിഭാഗീയത അല്ല ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ കീഴ്ഘടകങ്ങളിൽ പല സ്ഥലത്തും ജില്ലാതലത്തിൽ നേതാക്കൾക്കിടയിൽ, ഏരിയ തലത്തിൽ, ഒപ്പം ലോക്കൽ തലത്തിലൊക്കെ വിഭാഗീയത ഉണ്ട് എന്നതാണ് കരുനാഗപ്പള്ളിയും മണ്ണാർക്കാടുമൊക്കെ സൂചിപ്പിച്ച് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് ഗുരുതരമായ ഒരു വിമർശനമാണ്. അതായത് അധികാര തുടർച്ച ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പാർട്ടി നേതൃത്വത്തിലുള്ളവർ വലിയ തോതിൽ നേരിട്ടിടപെടുന്നു, മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബിനാമി ആളുകളെയൊക്കെ നിർത്തി മറ്റൊരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു എന്ന് മാത്രമല്ല കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നേതാക്കൾ എന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ഇന്ന് വൈകുന്നേരം ഇന്നത്തെ സമ്മേളന നടപടികൾ അല്ലെങ്കിൽ അവിടെ സംഭവിച്ചത് വിശദീകരിക്കാൻ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിലെ ഒരു കാര്യവും അദ്ദേഹം എതിർത്തില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന ഒരു MV ഗോവിന്ദൻ ഇന്ന് അതിനെക്കുറിച്ച് ഒരു കാര്യം പോലും, ഒരു വരി പോലും പറയാൻ അദ്ദേഹം ഇരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ കുറേ കാലമായി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. എല്ലാം കഴിഞ്ഞ് ഇനി നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലല്ലോ എന്ന് ചോദിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. പക്ഷെ ഇന്ന് നമ്മൾ അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ചോദ്യം ചോദിച്ചൊരു 3-4 ചോദ്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു രീതിയിലായിരുന്നു പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിൽ ഇന്ന് രാവിലെ അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. MV ഗോവിന്ദൻ എന്നല്ല, അവിടുത്തെ പ്രസിഡിയം കമ്മിറ്റിയും മറ്റു ചില ആളുകളും, ആരൊക്കെയാണെന്ന് വ്യക്തമല്ല, വലിയൊരു വിമർശനം ഉന്നയിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തന റിപ്പോർട്ടർ TV ആണ് പ്രേക്ഷകരിലേക്ക് ഇന്ന് എത്തിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിൽ ചെറിയ അതൃപ്തിയുണ്ട് എന്നറിയുന്നു. പക്ഷേ അത് ഒരു സ്വയം വിമർശനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചതും. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമായി നമ്മളും അത് ഉപയോഗിച്ചിട്ടില്ല.